ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കുട്ടികൾക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യൂസ്ഫുൾ ടിപ്പുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തേങ്ങ ചെരുവാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഒട്ടും മടിയില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തേങ്ങ ചെരുക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ തേങ്ങ ചെരുകുന്നതിനായിട്ട് ഒരു തേങ്ങ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ നനച്ചു കൊടുക്കുക. വെള്ളത്തിൽ നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ഫ്രീസറിൽ വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇതുപോലെ തേങ്ങ ചിരകി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് യൂസ് ചെയ്യാം. ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് തണുക്കണം. ഇതിനായിട്ട് നമുക്ക് അരമണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പുറത്തോട്ടെടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ആ തണുപ്പൊന്ന് കളയുക. അപ്പോൾ ആദ്യം തണുപ്പിക്കുക, വീണ്ടും ആ തണുപ്പൊന്ന് കളയുക. അപ്പോഴാണ് തേങ്ങ ചിരട്ടയിൽ നിന്ന് വിട്ട് വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് തണുപ്പൊന്ന് കളയുക. ഇതിൻ്റെ തണുപ്പ് പോയി കഴിയുമ്പോൾ തേങ്ങ ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് വരും. അപ്പോൾ തേങ്ങ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ വെച്ചത്. ചിലത് വിട്ട് വരാൻ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെയൊക്കെ വിട്ട് കിട്ടും. അത് പ്രശ്നമില്ല. നമുക്ക് എന്തായാലും ചെറിയ പീസാക്കാനുള്ളതാണ്. ഫ്രിഡ്ജിൽ വെക്കാനൊന്നും സമയമില്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കൊന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഈ തേങ്ങ മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ അടുത്ത തേങ്ങ ഇതുപോലെ എടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇഡലിച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കൊടുത്താലും മതി. അപ്പോഴും പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ വിട്ട് കിട്ടും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടി അധികം ഇല്ലാതെ കനം കുറഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. തേങ്ങയുടെ പുറത്തുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗം വേണമെങ്കിൽ ചിരണ്ട് കളയാം. ഞാനിപ്പോൾ ചിരണ്ട് കളയുന്നില്ല. ആ ഭാഗവും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് നമുക്കിട്ട് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി ഇതുപോലെ ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. ഒരുപാട് നേരം ഇട്ട് അടിക്കരുത്. ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് നിർത്തി കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. തേങ്ങ നല്ലതുപോലെ ചിരകിയെടുത്തതുപോലെ തന്നെയുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ബാക്കിയുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. തേങ്ങ ചെരുവാൻ മടിയുള്ള സമയത്ത് നമുക്കിതുപോലെ ഒന്ന് ഒരു സാറ്റർഡേ സൺഡേ എപ്പോഴെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആഴ്ചയൊക്കെ നമുക്ക് കേടുകൂടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ പുട്ടിന് ഇടാനാണെങ്കിലും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുക്കാനാണെങ്കിലും എന്തിനു വേണമെങ്കിലും നമുക്കിതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്നും തേങ്ങ ചിരവി സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല പോലെ ഒന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ കുറേ ദിവസത്തേക്ക് എടുക്കാം. ഒട്ടും തന്നെ നമുക്കിത് കേടുകൂടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ബ്രൗൺ കളറിലുള്ള പാടൊന്നും അധികം ഇല്ല. ഇനി തേങ്ങ ചീത്തയാവാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടി പറഞ്ഞു തരാം. 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങയിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് നാളൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കേടുകൂടാതെ കുറച്ച് ദിവസം ഇരിക്കും. എന്നിട്ട് നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി.
ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ തേങ്ങയ്ക്ക് കളറൊന്നും തന്നെ ചേഞ്ച് ഇല്ലാതെ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം, ഒരുപാട് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് കേടുകൂടാതെ തന്നെ നമ്മുടെ തേങ്ങ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.